നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലെ വിഷയം അസ്ഥി സംബന്ധമായ രോഗങ്ങളും പരിഹാര മാർഗങ്ങളുമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മളോടൊപ്പമുള്ളത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സാം ബാബു ജോണാണ്. സ്വാഗതം ഡോക്ടർ. അപ്പോൾ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കാൻ നമ്പർ 0442931111. ഡോക്ടർ, നമുക്ക് ആദ്യം തന്നെ കോളിലേക്ക് ഒന്ന് പോകാം. ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട് കേട്ടോ. ഹലോ, കേൾക്കാം. സാർ നമസ്കാരം. സാർ നമസ്കാരം. എന്റെ പേര് ശൈലേന്ദ്രൻ, കൊല്ലമാണ്, കരുനാഗപ്പള്ളി. 43 വയസ്സായിട്ടുണ്ട്. എന്റെ നട്ടല് ഭാഗത്ത് സംബന്ധമായ നല്ലൊരു വേദനകൾ. എത്ര നാളായിട്ട് അങ്ങനെ വേദനയുണ്ട്? കേൾക്കാമോ? വേദന തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഓക്കെ. അത് കൂടി വരുന്നുണ്ടോ ഈ വേദന? കൂടി വരുന്നുണ്ട്. കൂടി വരുന്ന വെച്ചാൽ എനിക്ക് നിൽക്കാന് കുനിഞ്ഞെന്ന് വെള്ളം എടുത്ത് വായിലിട്ട് കഴിക്കാനോ കുച്ചിടേനെ കുനിയാനോ പറ്റുന്നില്ല. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ടൊക്കെയാണ്. ഓടുകയും ചാടുകയും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വല്ലാത്ത ഒരു വേദന ഭയങ്കരമായിട്ടാണ്. അത് ആ ഒരു വേദന 4 സൈഡിലുമായിട്ട്, ഈ അസ്ഥിയുടെ 4 സൈഡിലുമായിട്ടാണ് വന്നു. ഈ നടുവിന്റെ വേദന എന്ന് പറയുന്നത് നമ്മളെ മുതുകിന്റെ ഭാഗത്തൊന്നും അല്ലല്ലോ, താഴോട്ടല്ലേ? എന്താണ് സാറ് കേൾക്കുന്നത്? നടുവിലെ വേദന എന്ന് പറഞ്ഞത്, നട്ടലിലെ വേദന എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മള് ശരീരഭാഗത്ത് താഴോട്ടല്ലേ, അരയുടെ ഏരിയയിലോട്ടല്ലേ വേദന കൂടുതലും? കഴുത്തിന്റെ ഭാഗത്തോ മുതുവിന്റെ ഭാഗത്തോ ഒന്നും വേദന അധികം ഇല്ലല്ലോ? ഒന്നുമില്ല. കാലിലോട്ട് തരിപ്പോ പെരിപ്പോ വല്ലതും ഇറങ്ങുന്നുണ്ടോ? കാലിലോട്ട് നല്ല തരിപ്പുണ്ട്. അരിഞ്ഞാലും തള്ളവിരലൊക്കെ എനിക്ക് ഞാൻ പെട്ടെന്ന് പ്രസ് ചെയ്ത് നോക്കി എനിക്ക് മേളിലോട്ട് പൊക്കാനുള്ള ഒരു ഇതില്ല, ഒരു ഇല്ല. അപ്പം ആക്ച്വലി ഇത് 41 വയസ്സുള്ള ഒരു യുവാവിന്, അതും പോലീസ് പോലുള്ള ഒരു ജോലിയുള്ള ആൾക്ക് ഇതുപോലെ നടുവേദന, അതുകൂടാതെ കാലിലോട്ട് തരിപ്പും പെരിപ്പും ഉണ്ടെന്ന് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നൊരു അസുഖത്തിന്റെ കാര്യമാണ് ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖം. കൂടുതൽ ആൾക്കാർക്കും ഡിസ്ക് സംബന്ധമായിട്ടുള്ള അസുഖം വരുമ്പോൾ നടുവേദന ആദ്യം വരാം, അല്ലെങ്കിൽ ആദ്യം കാലിലോട്ട് തരിപ്പോ പെരിപ്പോ വരാം. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനും കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമ്മൾ ഇത് എക്സസൈസ് ചെയ്യണോ അതോ അല്ലെങ്കിൽ ഗുളികകൾ കൊണ്ട് മാറുമോ എന്നൊക്കെ നോക്കുന്നതിന് മുന്നേ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നടുവിന്റെ എക്സ്റേ എടുത്ത് നോക്കുക. എക്സ്റേ എടുത്ത് ആ എക്സ്റേക്കകത്ത് ഒരു ചെറിയ രീതിയിലുള്ള വിശകലനം ചെയ്യാൻ പറ്റും. നട്ടലിന്റെ ഘടന എങ്ങനെയുണ്ടെന്നും നട്ടലിന് സ്ലിപ്പ് വല്ലതും ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞും ഒരു ഓർത്തോപെഡിഷ്യൻ കാലിലോട്ടുള്ള ഞരമ്പിന്റെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ നല്ലപോലെ ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു MRI സ്കാനും സജസ്റ്റ് ചെയ്യും. അപ്പോൾ MRI സ്കാൻ സജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഞരമ്പിന്റെ ഘടന എവിടെയാണെന്നും ഞരമ്പിലോട്ട് ഈ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗം തള്ളിയിരിപ്പുണ്ടോ, ഞരമ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ എന്നും കൂടെ നമുക്ക് മനസ്സിലാകും. അത് വെച്ചിട്ടാണ് നമുക്ക് ഈ നട്ടലിലുള്ള വേദനയുടെ ചികിത്സാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ ഇത് മാത്രമല്ല, പല രീതിയിലുള്ള പ്രൊഫഷണൽസിനും ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ മസിൽസിന് മാത്രമായിട്ട് വേദന വന്ന് അത് കുറേ നേരം നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴൊക്കെ വേദന വരുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതാണോ എന്നുള്ളതും കൂടെ പരിശോധിച്ച് നോക്കണം. അപ്പോൾ വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മളൊരു എക്സ്റേ എടുത്ത് അത് കണ്ടിട്ട് അത് വെച്ചിട്ടാണ് തീരുമാനിക്കാൻ പറ്റുന്നത്. ഹലോ, ചോദിച്ചോളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സാർ? അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എക്സ്റേ എടുത്ത് നല്ലൊരു ഓർത്തോപെഡിക് സർജനെ കാണിക്കുമെന്നാണോ നമ്മളതിന്റെ ലക്ഷ്യം? അതെ, നമ്മൾ ഇതിനകത്ത് കാലിലോട്ട് തരിപ്പും പെരിപ്പും ഉണ്ടെന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു എക്സ്റേ നമുക്ക് എന്തായാലും എടുത്തിരിക്കണം. ആ എക്സ്റേക്കകത്ത് നിന്ന് നമുക്ക് വിശകലനം ചെയ്ത് തുടങ്ങും ഏത് രീതിയിലാണ് ഇത് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന്. ചിലപ്പോൾ ഗുളിക കൊണ്ട് നിൽക്കാം, ചിലപ്പം ഗുളിക വിത്ത് ഫിസിയോതെറാപ്പി കൊണ്ട് മാറാം. എന്നാൽ MRI എടുത്തു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിൽക്കുമോ അതോ അതിൽ കൂടുതലുള്ള എന്തെങ്കിലും ചികിത്സാ രീതി വേണ്ടി വരുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. സാർ, ഒരു കാര്യം ചോദിച്ചത് സാറേ. അപ്പൊ നമ്മളത് ഇതിന് നമ്മള് കൺസൾട്ട് ചെയ്യുന്ന ഓർത്തോപെഡിക് സർജനെയാണ് നമ്മൾ കാണിക്കുന്നത്? അതെ, ഇത് ഒരു ഓർത്തോപെഡിക് സർജനെയാണ് കാണിക്കേണ്ടത്. ആദ്യം ഒരു ഓർത്തോപെഡിക് സർജൻ കണ്ടിട്ട് അദ്ദേഹം തീരുമാനിക്കും അത് ഏത് രീതിയിലോട്ട് ഇതിന്റെ ചികിത്സാ രീതി കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ബാക്കി പേഷ്യന്റിനോട് പറയുന്നത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ അസ്ഥികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ
ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണെങ്കിൽ പോലും അതിൽ നിന്ന് നമ്മൾ കഴുത്തും അതിന് താഴെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ്. അതിൽ നിന്ന് നമ്മൾ എല്ലും ഇതിനോട് ചേർന്നിരിക്കുന്ന മസിലുകളും ഞരമ്പും ഇതിന്റെ ഫങ്ഷൻസും അതുകൂടാതെ ജോയിന്റുകളും ഇതെല്ലാം ഓർത്തോപെഡിക്സിൽ ഉൾപ്പെടും. അപ്പോൾ ഇതിനെ പല സബ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പൊതുവേ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത് ആക്സിഡന്റുകളാണ്. ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോൾ എല്ലൊടിവ്, ചതവ് അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരുന്നു. അപ്പം ആക്സിഡന്റ് ആൻഡ് ട്രോമ കെയർ അത് ഒരു വിഭാഗമാണ്. ഇതുകൂടാതെ പിന്നീട് വരുന്നത് സന്ധിവാതം അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ആർത്രോപ്ലാസ്റ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. മൂന്നാമതായിട്ട് നമ്മുടെ പ്രായമുള്ളവർക്കുള്ള അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ജീറിയാട്രിക് കെയർ ഉണ്ട്. കുട്ടികൾക്കുള്ള പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് കെയർ ഉണ്ട്. ഇതുകൂടാതെ സ്പോർട്സ് ഇഞ്ചുറീസ്, ലിഗമെന്റ് ചികിത്സാ രീതികൾ, ഇതുകൂടാതെ എല്ലുകൾക്ക് ഉണ്ടാവുന്ന ക്യാൻസർ രോഗങ്ങൾ, അങ്ങനെയുള്ള സബ് സ്പെഷ്യാലിറ്റികളും ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിനകത്തുണ്ട്. ഓക്കെ. ഇതിപ്പോ നമുക്കറിയാം, ഇപ്പൊ കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ കുട്ടികളിൽ കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്തൊക്കെയാണ്? കുഞ്ഞുങ്ങളിലെ ജന്മന മുതലേ ഉള്ള അസുഖങ്ങൾ ഓർത്തോപെഡിക്സിൽ കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരുന്നത് ഈ ജനിതകമായിട്ട് കണ്ടുവരുന്ന കൈകാൽ വളർച്ചയ്ക്ക് കുറവുകൾ, ഓരോ കൈക്കോ കാലിനോ ഉള്ള വളവുകൾ, പ്രത്യേകിച്ചും മുട്ടുകൾക്കുള്ള വളവുകളും, കാലില് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുടെ കാൽപാദം വളഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ക്ലബ് ഫുട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ, ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ റെയർ ആയിട്ടുള്ള അസുഖങ്ങൾ പോലും പീഡിയാട്രിക് ഓർത്തോപെഡിക്സിൽ കാണാറുണ്ട്. ഓക്കെ. ഈ നമ്മളിപ്പോ ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, പലപ്പോഴും എനിക്ക് തോന്നുന്നു ആക്സിഡന്റിൽ എല്ല് ഒടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇത്തരം അതിനുള്ള ഇപ്പോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളോ ഒക്കെ അതിനെ കുറിച്ചാണ് നമ്മള് പലരും റോഡില് വേറൊരാള് റോഡ് സൈഡിൽ വീണ് കിടക്കുന്ന കാണാറുണ്ട്. അപ്പം ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളൊരു ഇമോഷണൽ ഇതോ നമുക്ക് എപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് ഒരു നല്ല രീതിയിൽ തന്നെയാണ് ആൾക്കാർ അത് സഹകരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നത്. പക്ഷേ ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാൾ ഏത് കണ്ടീഷനിലാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ബോധമില്ലാതെ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാർ റോഡിലുണ്ടാവുക. അപ്പം അത് ഏതൊക്കെ ഭാഗങ്ങളെ അഫക്റ്റഡ് ആണെന്നും ആർക്കും അറിയില്ല. അപ്പം പൊതുവായിട്ട് ഒരു ജനറലി നമുക്കൊരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2-3 പേർ ചേർന്ന് ഈ അയാളെ ഒരു സൈഡിലേക്ക് ഒരുമിച്ച് ചരിക്കണം. അതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തും താഴോട്ടുള്ള മുതുകിന്റെ ഭാഗത്തേക്കുള്ള ഞരമ്പുകൾ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരാളെ നമ്മൾ ദേഹം വെച്ച് താങ്ങി നമ്മളെടുത്ത് കയറ്റുമ്പോൾ, വണ്ടിയിലോട്ടാണ് കയറ്റുമ്പോൾ തല നമ്മൾ പൊതുവെ മറക്കാറ്, തല ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഈ സെർവൈക്കൽ സ്പൈൻ, കഴുത്തിന്റെ ഭാഗത്തുള്ള ഞരമ്പ് കൂടുതൽ മുറുകിയിട്ട് അതിന് സംബന്ധമായിട്ട് കഴുത്ത് മുതൽ താഴോട്ട് പാരാലിസിസ് വരാനുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത് ഇല്ലാതിരിക്കുന്ന ഒരു രോഗിക്ക് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറ്റുമെങ്കിൽ ഒരു ഹാർഡ് സർഫസ്, ഹാർഡ് ബോർഡോ ഏതെങ്കിലും പലകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിൽ സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു ഷീറ്റോ എങ്ങനെയെങ്കിലും വെച്ചിട്ട് ഒരാളെ 2-3 പേർ ചേർന്ന് കഴുത്തും മുതുകും ഇടുപ്പെല്ലും കാലും ഒരുമിച്ച് ഒരേ ഒരു പൊസിഷൻ ചേഞ്ച് വരാത്ത രീതിയിൽ വണ്ടിയിലേക്ക് കയറ്റാനാണ് ശ്രമിക്കേണ്ടത്. പ്രത്യേകിച്ചും കഴുത്തിനാണ് നമുക്ക് ബുദ്ധിമുട്ട് വരിക. കഴുത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പോലും അതിനൊരു സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ റിക്കവറി ഒരു പരിധി കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ ആ സ്റ്റേജ് വരാതിരിക്കാനായിട്ട് സാധാരണക്കാർക്ക് ആ ഒരു ബോധം ഉള്ളത് നല്ലത് തന്നെയാണ്. പിന്നെ ഹെഡ് ഇഞ്ചറി ഉള്ള പേഷ്യൻസിനാണെങ്കിൽ തന്നെ കഴിവതും വെള്ളം കൊടുക്കാതിരിക്കുക. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ശ്വാസത്തിന് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യുന്നു വെച്ചാൽ ഈ ശ്വാസകോശത്തിനകത്തോട് വെള്ളം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് തന്നെ രോഗികളെ കൂടുതൽ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആദ്യം തന്നെ ഇങ്ങനെ വഴിയിൽ വീണ് കിടക്കുന്ന ആളുടെ അടുത്ത് ഒന്ന് തട്ടി വിളിച്ച് അയാൾക്ക് ബോധമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അയാളുടെ പെയിൻ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് വണ്ടിയിലോട്ട് കയറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട് ഡോക്ടർ. കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. സോഫിയാണ്. എനിക്ക് 1 വർഷം മുമ്പ് ഞാൻ വീണ് കാലൊടിഞ്ഞായിരുന്നു. എന്റെ ഇവിടെ ഈ കണ്ണിന്റെ മേളിലായിട്ട് കാലിന്റെ. അപ്പൊ അത് അവര് പാരിപ്പള്ളിക്കാര് വലിച്ചിട്ട് കുഴപ്പമില്ലാതെ ശരിയായി വരുന്നത്. പ്ലാസ്റ്റർ ഒരു 6 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് പിന്നെ സ്ലാബ് ഇട്ട് പിന്നെ ബാൻഡേജ് ഇട്ട് അങ്ങനെ 1 വർഷം കഴിഞ്ഞു. വാക്കറൊക്കെ ഇട്ട് നടന്നു. ഇപ്പൊ ഞാൻ പതുക്കെ പിള്ളേരെ പിടിച്ചൊക്കെ നടക്കും. ഇപ്പൊ എന്റെ പ്രശ്നം വെച്ചാൽ സാറേ, എനിക്ക് ഈ കാലിന്റെ കണ്ണിന് ഭയങ്കര നീരുണ്ട്. അടുപ്പിച്ച് 2-3 ദിവസം കൊണ്ട് നീര് മാറുന്നില്ല. നടക്കുമ്പോ നീര് കൂടുന്നു, ഇരിക്കുമ്പം
മുറിവെണ്ണാക്കി ഇടുമ്പോൾ കുറേ ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റാ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഞാൻ ഇന്നലെ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി കാണിച്ചു ഈ കാലിന്റെ നീരിന്റെ കാര്യം, കണ്ണിന്റെ അടുത്ത്. വേറെ ഒടിഞ്ഞെടുത്തൊന്നും കുഴപ്പമില്ല. അങ്ങനെ എക്സ്റേ എടുത്തപ്പോ അവര് പറഞ്ഞ് ഒടിഞ്ഞെടുത്തൊന്നും കുഴപ്പമില്ല, ചെറിയതായിട്ട് ഊറി പിടിച്ചിട്ട് വരുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ കണ്ണിന്റെ അടുത്ത് എന്തോ സംഭവം അവർക്കും മനസ്സിലായില്ല. വിറ്റാമിന്റെ കുറവാണോ എന്ന് സംശയമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ആ കാലില് ഇപ്പൊ ഏകദേശം 6 മാസമായല്ലേ ഒടിവ് വന്നിട്ട്? 6 1 വർഷം കഴിഞ്ഞു. 2ാമത്തെ വർഷം ആകുമ്പോ നവംബർ ആകുമ്പോ. ഓക്കെ. സാധാരണ നമ്മുടെ മുട്ടിന്റെ താഴെ അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്ത് ഒരു ഒടിവ് വന്നു കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു 8 മുതൽ 1 വർഷം വരെ എടുക്കും ഈ നീര് പൂർണ്ണമായിട്ട് തിരിച്ച് ശരീരം വലിച്ചെടുക്കാനായിട്ട് അത്ര സമയം എടുക്കും. എന്നാൽ ഇത് കൂടാതെ നമ്മളൊരു 6 മാസമൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കാലൊക്കെ പൊക്കി വെച്ച് കിടക്കുന്ന സമയത്തായിരുന്നെങ്കിൽ അതങ്ങ് വലിഞ്ഞു പോകുമായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പോകാൻ. എന്നാൽ കാലിന്റെ ഭാഗത്ത് നീര് പെർമനന്റായിട്ട് സെറ്റിലായി കിടന്നു കഴിഞ്ഞാൽ അത് വീണ്ടും പോകാനായിട്ട് വീണ്ടും സമയമെടുക്കും. എന്നാൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു ചികിത്സയോ ഒന്നും കാര്യമില്ല. രാത്രി കിടക്കുമ്പോൾ ഒരു തലവണ വെച്ച് കാല് പൊക്കി വെച്ച് കിടന്നാലും മതി. ഉറക്കം വരുന്നവരെയും കാൽപാദം മുന്നോട്ടും പുറകോട്ടും അനക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതൊരു അസുഖമായിട്ട് അമ്മ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം എല്ല് യോജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നടക്കാനുള്ള ഫംഗ്ഷൻ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കാലിലെ കുഴയില് ആ നീര് സാവധാനം പോകുന്നതായിരിക്കും. ഇത് കൂടാതെ നടക്കുമ്പോ കാല് വളയുന്നു സാറേ, എനിക്ക് വളഞ്ഞു പോകുന്ന കാല്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയാൻ പോവായിരുന്നു. ഇത് കൂടാതെ കാലിലെ ലിഗമെന്റ് ഇഞ്ചുറികൾ എന്ന് വെച്ചാൽ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പേശികളുണ്ട്. ആ പേശികളുടെ ലിഗമെന്റുകൾ ലൂസാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ കാല് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനും ഇതുപോലെ നീരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ കണ്ട് നമുക്ക് ചിലപ്പോൾ അത് എക്സ്റേക്കകത്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ ചിലപ്പോൾ MRI സ്കാൻ എടുക്കേണ്ടി വരാം. അത് എത്രത്തോളം അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനുള്ള പരിഹാര മാർഗം പറയാൻ പറ്റൂ. അപ്പം മരുന്നുകൾ കൊണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ കാലിലെ ആ വളവ് എത്രത്തോളം കൂടുതലാണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള ചികിത്സാ രീതികൾ നിർണ്ണയിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു MRI സ്കാൻ ചെയ്യേണ്ടി വരും. കോളുണ്ട്. ഹലോ ഞാൻ ആറ്റിൽ നിന്ന് വിളിക്കുക. ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞു. എന്റെ മോക്ക് വേണ്ടിയാ ഡോക്ടർ. മോക്ക് 27 വയസ്സുണ്ട്. മോക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഫസ്റ്റ് സിസ്റ്ററി കഴിഞ്ഞതിന് ശേഷമാണ് ഈ നടുവേദന വന്നതെന്ന് പറയുന്നത്. പക്ഷെ അത് ഇപ്പൊ അങ്ങ് കൂടുതലാണ്. ഇപ്പം MRI ഒക്കെ എടുത്തപ്പോ ഡോക്ടർ പറഞ്ഞത് ഇത് നടുവിന്റെ അവിടെ ബൾജ് ചെയ്തിരിക്കുന്നെന്നാ പറയുന്നത്. അങ്ങനെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടും അങ്ങനെ ആളിന് അത്ര ഇതില്ല. തയ്യലും ഉണ്ട്. അപ്പൊ ആള് തയ്യലൊക്കെ ഉള്ള തയ്യലൊക്കെ തയ്യൽ മെഷീനൊക്കെ ഇപ്പോഴും കാല് ചവിട്ടി തന്നെയാണോ? അല്ല, ചവിട്ടി തയ്ക്കൂല, മോട്ടോർ മെഷീനാണ്. അപ്പൊ എന്നാൽ ഇരുന്നുള്ള ജോലിയാണല്ലോ അല്ലെ? ഇരുന്നുള്ള ജോലി. വേദന വന്നു കഴിഞ്ഞാല് മുകളിലോട്ട് ഈ മുതുകിന്റെ ഭാഗത്ത് കാലിലോട്ടും ഒക്കെ വരുന്നുണ്ട് ആ വേദന. അങ്ങനെ ഇപ്പം 2ാമത്തെ കുട്ടി ആകാനായിട്ട് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ് നടു ശരിയാകാതെ പറ്റത്തില്ല, അനസ്തേഷ്യക്ക് പ്രോബ്ലം വരുമെന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്ത് വേണമെന്നുള്ളതാണ് ഡോക്ടർ ചോദിക്കുന്നത്. അല്ല, ഓൾറെഡി അത് ഈ ആളൊരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് നടുവിൽ നമ്മൾ MRI ഒക്കെ എടുത്തതാണല്ലോ. MRI ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഡിസ്കിന്റെ ഇഷ്യൂ ആണെന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂ, ആ ഡിസ്ക് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മുടെ ഞരമ്പിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഞരമ്പിലോട്ട് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഒരു പരിധിക്കപ്പുറവും കാലിലുള്ള തരിപ്പ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ഏറ്റവും നല്ല മാർഗം ഓപ്പറേഷൻ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കീ ഹോൾ സർജറീസും മൈക്രോസ്കോപ്പ് വെച്ചിട്ടുള്ള ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്ന സർജറീസ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പം അത് ഒരു പരിധിക്കപ്പുറം ഫിസിയോതെറാപ്പി കൊണ്ടും മാറുന്നില്ല. നമ്മുടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാർഗം നമുക്ക് അത് ഒരു സർജറി വേണ്ടി വന്നാൽ ചിലപ്പം അതിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നതാണ്. കാരണം പണ്ടത്തെ പോലെ നമുക്ക് അത്ര ബ്ലീഡിങ്ങോ കാര്യങ്ങളൊന്നും ഈ കാലഘട്ടത്തിലില്ല. അതാണ് ഞങ്ങളുടെയും പ്രശ്നം. 27 വയസ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഞരമ്പിനെ ഇപ്പോഴേ ബാധിച്ചാൽ അത് ഭാവിയിൽ ആൾക്ക് പെർമനന്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പൊ അങ്ങനെ ഒരു അസുഖം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. മനസ്സിലായില്ല? അപ്പം 27 വയസ്സുള്ളൊരു യുവതിക്ക് ഡിസ്കിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നല്ലപോലെ ഉണ്ട്, MRI വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ചികിത്സാ രീതി ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ പോലും അതിന് മടിച്ചു നിൽക്കാൻ പാടില്ല. കാരണം ഞരമ്പ് എന്ന് പറയുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചികിത്സയിലോട്ട് അടുക്കത്തില്ല. അപ്പൊ അതിന് അങ്ങനൊരു അമ്മ നിർബന്ധമായിട്ട് ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ടിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ.
ഓക്കെ, വിളിച്ചത് സന്തോഷം. ഡോക്ടർ, ഇപ്പൊ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ നടുവേദന ഒരു വലിയൊരു പ്രശ്നമാണല്ലോ പലർക്കും. ഇപ്പോ പല ജോലി ചെയ്യുന്നവർക്കും ഇതൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വെയിറ്റ് എടുക്കുന്നവർക്ക്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം കൂടുതലായിട്ടുള്ള. പണ്ട് കാലത്തൊക്കെ നമ്മള് ഇപ്പം പലർക്കും വണ്ടികളൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും നടക്കുമായിരുന്നു. ആ കാലഘട്ടത്തിലെ ആവശ്യങ്ങൾ കൊണ്ട് ഫിസിക്കലി എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. നമ്മുടെ ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ കൊച്ചുങ്ങൾ തന്നെ, കുഞ്ഞു കുട്ടികൾക്ക് പോലും ഞങ്ങളുടെ OP-യിൽ നടുവേദനയായിട്ട് വരാറുണ്ട്. പല കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മെയിനായിട്ട്. നമ്മളുടെ ഒബീസിറ്റി, ഫ്രണ്ടൽ ഒബീസിറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്പൈനിലേക്കുള്ള സപ്പോർട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നടുവിലുള്ള ആർച്ച് കുറച്ച് കൂടി വന്ന് നടുവിലേക്ക് സ്ട്രെസ് കൂടും. അപ്പോൾ അതേ ലെവലിൽ നമ്മളിങ്ങനെ എക്സസൈസ് ഒന്നും ഇല്ലാതൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എല്ലുകളെ ബന്ധിപ്പിക്കുന്ന പേശികൾക്കുള്ള ബലം കുറയും. ഇത് കൂടാതെ പണ്ടൊക്കെ വൈറ്റമിൻ ഡി ഒക്കെ ഇഷ്ടം പോലെ ശരീരത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു. വൈറ്റമിൻ ഡി ഒക്കെ ഉള്ളത് നമുക്ക് ശരീരത്തിൽ കാൽസ്യം ഡെവലപ്മെന്റിനൊക്കെ നല്ലതാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം ഏർലി ഓസ്റ്റിയോപോറോസിസ് എന്ന് വെച്ചാൽ എല്ലുകൾക്കുള്ള ബലം പൊതുവെ കുറഞ്ഞു വരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഭാരം താങ്ങാൻ പറ്റുന്ന കണ്ടീഷനിൽ നിന്ന് അത് കുറച്ചുകൂടെ നേരത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ കുഞ്ഞുങ്ങൾക്കുള്ള ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ്, അപ്പം അത് പണ്ടത്തെ കാലം വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും കൂടെ ഒക്കെ ടോൺ ചെയ്ത് കുഞ്ഞുങ്ങൾക്കുള്ള നടുവേദന കുറയ്ക്കാൻ പറ്റും. കൂടുതലും ഇപ്പോൾ ഈ IT പ്രൊഫഷണൽസും അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കാണ് വരുന്നത്. ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ എല്ലാവരും പ്രശ്നം ഇത് തന്നെയാണ്. നമ്മുടെ ബോഡിയിലുള്ള ഫിസിക്കൽ മസിൽസിന്റെ ടോണിങ് കറക്റ്റ് ആകാതിരിക്കുമ്പോഴാണ് കൂടുതലും നടുവേദന വരുന്നത്. ഇപ്പൊ മസിൽസിന് മേഖലയിലുള്ളവർക്ക് കൂടുതലായി വരുന്നത് എന്തായിരുന്നു പ്രശ്നം? അത് അവരുടെ ജോലിയുടെ ക്രമം. രാവിലെ അവര് ജോലിക്ക് പോകുന്നു, ആ AC റൂമിൽ ഇരിക്കുന്നു, ഇരുന്നുള്ള വർക്ക്, ആ ഇരിക്കുന്നതിന്റെ പോസ്റ്റർ തന്നെ പല ആൾക്കാരും മുന്നോട്ട് കുനിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ആ ഒരു പോസ്റ്റർ തന്നെ സത്യം പറഞ്ഞാൽ നല്ലതല്ല. നമ്മൾ ഇരിക്കുമ്പോൾ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിൽ, ഒരു ഈസി ചെയറിലാണെങ്കിൽ തന്നെ കാല് രണ്ടും ഒരു ചെറിയൊരു സ്റ്റൂളിന് ഒരു കൊച്ചൊരു കൊരണ്ടി പോലത്തെ അതിൽ മുകളിൽ പൊക്കി വെച്ചിരുന്നാൽ ഈ നടുവിലേക്കുള്ള സ്ട്രെസ് കുറയും. ഇത് കൂടാതെ ഇടയ്ക്ക് നമ്മൾ ഈ ലോങ് ആയിട്ട് ഇരിക്കുമ്പം നടുവിലുള്ള മസിൽസ് എല്ലാം ഒരു എന്താ പറയുക യൂസ് ഇല്ലാതെ കുറച്ച് നേരം കിടക്കും. പിന്നെ നമ്മൾ എഴുന്നേറ്റ് പോയി ജിമ്മിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു ബോഡി പാറ്റേൺ ഒരു ബോഡിക്ക് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും മസിൽസിന്റെ ടോണിങ് കുറയും. മസിൽസ് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഡിമാൻഡ് മസിൽസിന് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക്, ആ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ സ്പൈനിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകളുണ്ട്. ഇഷ്ടംപോലെ എക്സസൈസ് നമുക്ക് പലതരത്തിൽ നമുക്ക് ചെയ്യുന്ന രീതിയിൽ യൂട്യൂബിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ചിട്ടയായ രീതിയിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഡെയിലി സ്പൈൻ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കുറച്ച് നിർത്താൻ പറ്റും. എന്നാൽ എല്ലാവർക്കും അത് നിർബന്ധമൊന്നുമില്ല. അതിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്ത് ഇടയ്ക്ക് നടക്കാനും അല്ലെങ്കിൽ സ്വിമ്മിങ് അങ്ങനെയൊക്കെയുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഡോക്ടറെ കണ്ട് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് നടുവേദന ഒരുവിധം നിർത്താൻ പറ്റും. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. കോളിലേക്ക് പോകാം. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ ഡോക്ടർ. പറഞ്ഞോ. കോമ സ്റ്റേജിലായിരുന്നു. അമ്മ ഇപ്പൊ നിൽക്കുന്നിടത്തുനിന്ന് ഒരല്പം ഒന്ന് നീങ്ങി ഒന്ന് സംസാരിക്കാമോ? ഇനി സംസാരിച്ചോ. ഇടത്തെ കയ്യേ സ്റ്റിഫായെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അമ്മ പറയുന്നത് വ്യക്തമാവുന്നില്ല, മുറിഞ്ഞു പോകുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് പറയാമോ അമ്മ? എനിക്ക് അല്ല, അമ്മ പറഞ്ഞു, കേൾക്കുന്നുണ്ട്. മോൾക്ക് എത്ര വയസ്സായി? അല്ല, കേട്ടില്ല. എത്രയാ? 19 വയസ്സ്. എന്ത് പറ്റി? കോമ സ്റ്റേജിലായിട്ട് എത്ര നാളായി? എന്നുവെച്ചാ ഇപ്പൊ 1.5 വർഷമായി. ആക്സിഡന്റ് പറ്റിയതാ മോക്ക്. അങ്ങനെ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു കേട്ടോ. അപ്പൊ വല്ലാതെ ഒരു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പൊട്ടുപോടുക ചതവോ അങ്ങനെയൊന്നുമില്ല. ഹെഡിനായിരുന്നു കേട്ടോ. ക്രോസ് ചെയ്തായിരുന്നു കുഞ്ഞന്നേരം. അതുകൊണ്ട് ഇപ്പൊ പ്രശ്നം എന്ന് വെച്ചാൽ മോടെ കൈ, ഈ ഇടത്തെ കൈ മുട്ടനങ്ങുന്നില്ല. മുട്ടനക്കാനൊക്കത്തില്ല നമുക്ക്. അന്നേ ഇങ്ങനെ ജോയിന്റ് എല്ലാം സ്റ്റിഫായി പോയിന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കേട്ടോ. 1.5 മാസത്തോളം ICUലായിരുന്നു. അന്നേരം അമ്മ മെഡിക്കലിന് വിട്ടപ്പോ ഇങ്ങനെ പറഞ്ഞ് ജോയിന്റ് എല്ലാം സ്റ്റിഫായി പോയി, ഇടത്തെ കൈ പ്രശ്നമാണ് അന്ന് പറഞ്ഞായിരുന്നു. അന്നേരം പിന്നെ ന്യൂറോ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് അന്ന് എല്ലാരും പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ന്യൂറോടെ കഴിയിട്ട് എന്നിട്ട് പിന്നെ പലക്കെ ചെയ്താൽ മതി. ഇപ്പൊ തെറാപ്പി ചെയ്തോണ്ടിരിക്കും നമ്മള്. അപ്പൊ ഈ മുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്
നമ്മള് ഫിസിയോതെറാപ്പി ചെയ്യുന്നതേ ഉള്ളൂ. അമ്മ പറഞ്ഞ വെച്ചിട്ട് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. ആളുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പോലും അമ്മ പറഞ്ഞത് വെച്ചിട്ട് ഈ നമ്മള് ഒന്ന് കിടക്കുന്ന രോഗികൾക്ക് ഏറ്റവും കൂടുതൽ കൈകളുടെയും കാലുകളുടെയും ജോയിന്റുകൾക്ക് സ്റ്റിഫ്നെസ് വരാം. എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ മസിലൊക്കെ ചുരുങ്ങിയിട്ട് മസിലിലുള്ള ശേഷി കുറഞ്ഞ് എല്ലുകൾ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് അനക്കിക്കൊണ്ടിരിക്കുകയും ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയും തന്നെയാണ്. അതെ അതെ, അത് അനക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അമ്മ ഏറ്റവും നല്ലത്. അത് അല്ലാതെ നമുക്ക് അത് ഫിസിയോതെറാപ്പി തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ശാശ്വതമായ മാർഗം. ഇത് ഞാൻ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഫിസിയോതെറാപ്പി തന്നെയാണ്. അങ്ങോട്ടും രണ്ട് സൈഡിലേക്കും ആളെ കമത്തി കിടത്തിയും ചരിച്ച് കിടത്തിയും ഒക്കെ ഓരോ ജോയിന്റ്സും മടക്കണം. പിന്നെ നിവർന്ന് കിടക്കുമ്പോൾ തന്നെ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. നമുക്ക് പിന്നെ ആളുടെ റെസ്പോൺസ് ഇപ്പൊ നമുക്ക് ആൾക്ക് ഒരു റെസ്പോൺസ് ഇല്ലാത്ത, അതെ അങ്ങനൊരു സ്ഥിതിയിൽ കിടക്കുമ്പോൾ നമുക്ക് കൈക്ക് മാത്രമായിട്ടൊരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയത് വരത്തില്ലല്ലോ. അപ്പം ചെയ്യുന്ന ഫിസിയോതെറാപ്പി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ കിടക്കുന്ന രോഗികൾ കൂടുതലും പുറവശത്ത് മുറിവൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. അതെ, അപ്പൊ നമ്മൾ പറയുന്ന ഒന്നും ഫോളോ ചെയ്യുന്ന സ്റ്റേജ് അല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഫിസിയോതെറാപ്പി ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ വീട്ടില് നിങ്ങൾക്ക് തന്നെ അതെ അമ്മ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ ഓരോ കൈയുടെ വിരലുകൾക്കും മുട്ട് മുതൽ പതുക്കെ പതുക്കെ അമ്മയുടെ സ്റ്റേജ് കാലിന്റെ മുട്ടിനും അത് നമ്മള് മറ്റേ സ്പിൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. സ്പിൻഡൊക്കെ ഇട്ട് കിടത്തിയേക്കും നമ്മൾ കുറച്ച് നേരമൊക്കെ നിൽക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ കൈക്ക് ഇതുപോലെ ഇത് ഈ കൈ ഇങ്ങനെ മടങ്ങി വരും. ഈ മസില് കയറി അങ്ങ് ചുരുങ്ങിയിട്ട് അത് നിവർന്ന് വരത്തില്ല. അത് ഒരു പരിധി വരെ നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് നേരെയാക്കാൻ പറ്റും. പിന്നെ അത് ഫിസിയോതെറാപ്പിയിൽ നിൽക്കില്ല. ഓക്കെ, വിളിച്ചത് സന്തോഷം. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന നടുവേദനയെ കുറിച്ചിട്ടാണ് കുഞ്ഞിന്റെ കാര്യം നമ്മളിപ്പോ കേട്ടത്. ഇത്തരത്തിൽ അപകടങ്ങൾ പറ്റി കിടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് പിന്നീട് ഒരിക്കലും നമുക്ക് ചികിത്സിച്ച് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു സർജറി കൊണ്ടോ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കാത്തൊരവസ്ഥ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്? അത് നമ്മുടെ കൂടുതലും ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുന്നവർക്കാണ് യൂഷ്വലി വരുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ 33 എല്ലുകൾ കൊണ്ട് ചേർത്ത് വെച്ചേക്കുന്ന ഒരു ഘടന. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഈ സ്പൈനൽ കോഡ് തലയിൽ നിന്ന് തലച്ചോറിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്നത്. അതിന്റെ ഏത് ലെവലിലാണ് ഇഞ്ചുറി പറ്റിയതനുസരിച്ചിരിക്കും ആളുടെ മുന്നോട്ടുള്ള ജീവിത രീതി. ഏറ്റവും കഴുത്ത് മുതൽ താഴോട്ട് വരുന്തോറും ഇതിൽ ഇംപ്രൂവ്മെന്റ് കൂടി വരാനുള്ള സാധ്യത കൂടും. അപ്പം കഴുത്തിലൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കഴുത്ത് മുതൽ താഴോട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡിങ് നമ്മളുടെ യൂറിൻ പാസ് ചെയ്യുന്നതും വയറ്റിൽ നിന്ന് പോകുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും കുറയും. റെസ്പിറേഷൻ, നമ്മുടെ ശ്വാസോച്ഛ്വാസം എടുക്കുന്നത് വരെ ഞരമ്പുകളെ ബാധിക്കാം. എന്നാൽ താഴോട്ടുള്ള എല്ലുകൾക്കാണ് കുറച്ചുകൂടി മുതുവിന്റെ ഭാഗത്തേക്കുള്ള എല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് ജീവൻ പോകാത്ത രീതിയിലുള്ള പക്ഷേ കിടന്നു പോകാൻ സാധ്യതയുണ്ട്. വീണ്ടും അരക്കെട്ടിലും അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേയും കൂടി ഇമ്പ്രൂവ്മെന്റ് വരാൻ സാധ്യത. അപ്പം ഏത് ലെവലിലാണ് നമുക്ക് ഇഞ്ചുറി ഉണ്ടെന്നുള്ളതും രണ്ടാമത് ആ ഇഞ്ചുറി എത്രത്തോളം കഠിനമാണെന്നുള്ളത് വെച്ചിട്ടൊക്കെയാണ് ഒരാളുടെ മുന്നോട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റുക. അത് നല്ല ഒരു പെട്ടെന്ന് റിക്കവർ ആവുന്ന സ്റ്റേജ് മുതൽ കിടന്നു പോകുന്ന സ്റ്റേജ് വരെ ഉണ്ട്. അപ്പം അത് ഞരമ്പ് തിരിച്ച് റിക്കവറി ആകാൻ സാധ്യത ഉള്ള സ്റ്റേജ് ആണെങ്കിൽ നമുക്കൊരു പരിധിവരെ ആളെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇതിനകത്തൊരു പ്രായവും കൂടി ഒരു പ്രശ്നം ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നുവെച്ചാൽ കുറച്ചും കൂടെ പ്രായം കഴിയുമ്പോഴത്തേക്ക് എല്ലുകൾക്ക് ബലം കുറയും. അപ്പൊ എല്ല് ഒടിയുകയും ചെയ്യും. എല്ലിന് ഫ്രാക്ചർ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫ്രാക്ചർ ഉള്ള ഭാഗത്തിന്റെ കൂട്ടത്തിൽ ഈ ഞരമ്പിനെയും ബാധിക്കുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ല് ഫിക്സ് ചെയ്യാതെ നമുക്ക് മുന്നോട്ടൊരു ഇത് പറയാനും പറ്റത്തില്ല. എല്ല് ഫിക്സ് ചെയ്താൽ തന്നെ ഞരമ്പിന്റെ കണ്ടീഷൻ മോശമാണെങ്കിൽ ആള് പാരലൈസ്ഡ് ആയിട്ട് തന്നെ കിടക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നൊരു കാരണം, ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ അത് അദ്ദേഹം തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണതാണ്. ഏറെ പ്രതീക്ഷയായിരുന്നു ഞാൻ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെയും കൊണ്ടുവരുമ്പോഴൊക്കെ. പക്ഷെ ഒരിക്കലും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു സ്റ്റേജ് ആണ് എന്ന് പറഞ്ഞു. ഏറെ വേദന, കാരണം അവർക്ക് എന്നും പ്രതീക്ഷയാണല്ലോ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള. പക്ഷെ അതാണ് ഇങ്ങനെ ഒരു ചോദ്യം, എനിക്ക് എന്താണ് അങ്ങനെ ഒരു സാഹചര്യം. ഇത് നമുക്ക് ഒരു മെഡിക്കൽ ആക്ച്വലി സത്യം പറഞ്ഞ ഒരു പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന രോഗിക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് മാത്രമല്ല, അത് കൂടാതെ തന്നെ നമുക്ക് സൊസൈറ്റി ആയിട്ടുള്ള ഒരു ഫാമിലി സപ്പോർട്ടും സോഷ്യൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഇതിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ കൂടെ ഇമ്പ്രൂവ്മെന്റ് ആളുണ്ടാവും. എന്നാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് എപ്പോഴും കൂടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല.
അതായത് രോഗിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മാനസികമായിട്ട് തന്നെ ഒരു ധൈര്യം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ സപ്പോർട്ട്. അത് നമ്മൾ വി ആർ ബ്ലെസ്ഡ് ആക്ച്വലി. നമ്മുടെ നാട്ടിൽ പാലിയേറ്റീവ് കെയർ സപ്പോർട്ട് സാധാരണക്കാർ അതിൽ കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. നമുക്ക് കോൾ ഉണ്ട്. ഹലോ, എനിക്ക് ഡോക്ടറെ അടുത്തൊന്ന് സംസാരിക്കാനായിട്ടുള്ള. സംസാരിച്ചോളൂ. കേൾക്കുന്നുണ്ടമ്മ, പറഞ്ഞോളൂ. ഹലോ സാറേ, കേൾക്കാം. നമസ്കാരം. ഞാൻ കൊല്ലത്തെ ഓർത്തോ ഡോക്ടറെ കാണിച്ചോണ്ടിരിക്കുക. എന്റെ ഈ ശരീരത്തെ അസ്ഥികൾ മൊത്തവും വേദനയാണ്. ഈ കൈയുടെയും കാലിന്റെയും മുട്ടിനൊക്കെ ചിലപ്പോൾ നീര് വരികയും ഈ വൈകുന്നേരം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ വേദന വരുന്നത് എനിക്ക്. അപ്പൊ ഈ കൈക്കും കാലിനും എല്ലാം പെരുപ്പും ഉണ്ട് ഡോക്ടറെ. അമ്മയ്ക്ക് ഡയബറ്റീസ് ഉള്ളതാണോ? ഷുഗർ ഉണ്ടോ? ഇല്ല, എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഇപ്പോഴും നോക്കി ഷുഗറിന്റെ അസുഖമൊന്നുമില്ല. നമുക്ക് ഈ മസിലുകൾക്ക് വേദനയുണ്ടോ? അത് പൊതുവായിട്ട് ശരീരത്തെ എല്ലാ ഭാഗത്തും വേദനയാണോ? അതോ സന്ധികൾക്ക് മാത്രമാണോ? മസിലുകൾക്ക് കൊണ്ട് ഈ കൂടുതലും വൈകുന്നേരം ആകുമ്പോഴാണ് സാർ എനിക്ക് ഈ വേദന. അസ്ഥിക്കാകെ മൊത്തം വേദനയാണ്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള വാദം ആകാൻ സാധ്യതയുണ്ട് അമ്മ പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ അതിന് കുറച്ച് രക്തപരിശോധനകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിശോധിച്ചായിരുന്നോ? ഡോക്ടർ പരിശോധിച്ചായിരുന്നോ? അവിടെ ബ്ലഡ് ഒക്കെ പരിശോധിച്ചപ്പോ അത് കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് കൂടാതെ തന്നെ അമ്മയ്ക്ക് അപ്പം ഏതെങ്കിലും ഒരു ജോയിന്റുകൾക്ക് തേയ്മാനം വന്നാലും ഒക്കെ ഇതുപോലെ വേദന വരാൻ സാധ്യതയുണ്ട്. എനിക്കിപ്പോ ഈ നടുവിന് പ്രശ്നമായിരുന്നു. ആ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തായിരുന്നു 6 മാസം വരെ. നട്ടലിനൊക്കെ കുഴപ്പമാകും സാറേ എനിക്ക്. ശരീരത്തെ നമുക്ക് ഈ വൈറ്റമിൻ കുറഞ്ഞാലും അമ്മ ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി പ്രത്യേകിച്ചും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലിനുള്ള ബലം കുറയും. പൊതുവായിട്ട് എല്ലിന് ബലം കുറയുമ്പോഴത്തേക്കും എല്ലാ ഭാഗത്തും വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതെ, മൊത്തം വേദനയാണ്. അപ്പൊ ഈ വൈറ്റമിൻ ഡിയും അതുപോലെ എന്തെങ്കിലും നമുക്ക്, പക്ഷെ ഇതിനൊരു ചികിത്സാ രീതി പറയുന്നതിന് മുമ്പേ അത് എന്താണെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ചും നമുക്ക് ആ ബ്ലഡിന്റെ കൗണ്ടുകളൊക്കെ കണ്ടിട്ട് അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന തേയ്മാനത്തിന്റെയാണോ പറഞ്ഞേക്കുന്നത്? തേയ്മാനം ഏതെങ്കിലും ജോയിന്റിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? മുട്ട് അങ്ങനെ എന്തെങ്കിലും ഭാഗത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഏത് മുട്ടിനാണോ? കൈയുടെയും കാലിന്റെയും ഒക്കെ മുട്ട് വേദനയാ സാറേ എനിക്ക്. അപ്പൊ അത് തേയ്മാനം വരാൻ കൂടുതൽ സാധ്യതയുള്ളത് വാദത്തിന്റെ സാധ്യതകളായിരിക്കും കൂടുതൽ. അപ്പൊ അതിനുള്ള മരുന്നുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ ആ എക്സ്റേ കണ്ടിട്ടേ നമുക്ക് ബാക്കി അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള തീരുമാനം പറയാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും വൈറ്റമിൻ ഡി, കാൽസ്യം ഗുളികകൾ ഒരു 3 മാസത്തേക്കെങ്കിലും നമുക്ക് കഴിക്കേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ എല്ലിനുള്ള ബലം കൂട്ടിയെടുക്കാൻ പറ്റും. ഇത് കൂടാതെ അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളിൽ നമുക്കൊരു ഒന്നും കൂടെ ഓർത്തോപെഡീഷനെ കണ്ടിട്ട് വിശദമായിട്ടൊന്ന് അതിന്റെ ചികിത്സാ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നല്ലത്. നമുക്ക് കേൾക്കുമ്പോൾ മാത്രം നമുക്ക് അതിന്റെ ഒരു രോഗനിർണയത്തിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കൂടുതൽ ഇത് വാദത്തിന്റെ ലക്ഷണമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഈ മുട്ടുവേദനയുടെ കാര്യം അത് വലിയ പ്രശ്നമാണല്ലോ പലർക്കും കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു മുട്ടുവേദനയുടെ ഒരു പ്രശ്നം വരുന്നത്? പലപ്പോഴും ഇത് ഒരു ലൈഫ് ടൈം പ്രോസസ്സാണ്. നമ്മൾ ഇപ്പം ഒരു റോഡിൽ കൂടെ ഓടുന്ന ഒരു വണ്ടിയുടെ ടയർ തേയുന്ന അതേ അപ്പം നമുക്കൊരു പെട്ടെന്നൊരു ദിവസം കൊണ്ട് തേയുന്നതല്ല. ഇതൊരു ഗ്രാജുവലായിട്ട് കുറേ നാൾക്ക് ശേഷം തേയുന്നതാണ്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജന്മന പല ആൾക്കാരുടെയും കാലിലെ മുട്ടിന് ചെറിയ രീതിയിൽ ഷേപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ വിസിബിളായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്ന മുട്ടിന് ഷേപ്പ് വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് കൂടുതലും തേയ്മാൻ വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ ലേഡീസിനാണ് വരുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലിനുള്ള ബലം കുറയാറുണ്ട്. അങ്ങനെ പിന്നെ അമിതവണ്ണം, ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റീസ് കുറവ്, മസിലിനൊക്കെയുള്ള ബലക്കുറവ്, ഇതെല്ലാം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് വാദം വരാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. കോളിന് ശേഷം ഇതിലേക്ക് തിരിച്ചെത്താം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചു. എന്റെ പേര് സുരേഷ് വിളിക്കുന്നു. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്. ഞാനിതിന്റെ രണ്ടിനും ഇൻസുലിൻ എടുക്കുന്നുണ്ട്, BP മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ചക്ക് മുമ്പ് എന്റെ വലത്തെ കാലിന്റെ താഴത്ത് മസിലിന് ഭയങ്കര വേദന തുടങ്ങി. മുട്ടുവേദന നേരത്തെ ഉണ്ട്, പക്ഷെ ഈ മസിൽ വേദന തുടങ്ങി. ഞാൻ ഓയിൽമെന്റ് അത് മാറി, എങ്കിലും എനിക്ക് കഴലേക്ക് നീരടിച്ചു. കഴലേക്ക് നല്ലതുപോലെ ഒന്ന് വീങ്ങി വേദനയുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ
ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഡോക്ടറെ പോയി കണ്ടു പള്ളിമുക്കില്. ഞാൻ അവിടെ ചെന്നപ്പോൾ പക്ഷെ ആ ഡോക്ടറുടെ സമീപനം എനിക്ക് എന്നെ മാനസികമായിട്ട് അസുഖക്കാരനാക്കി എന്ന് തന്നെ പറയാം. അങ്ങനെ ആയിരുന്നു ഡോക്ടറുടെ സഹകരണം എന്റെ അടുത്ത്. ഞാൻ അവിടെ ചെന്ന് നിന്നു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് കഴലേക്ക് നീര് വേദനയുണ്ട്. അപ്പോൾ ഡോക്ടറുടെ അടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ, അത് ഹിരണ്യാണ്, എത്രയും പെട്ടെന്ന് ഒരു സർജനെ കണ്ടത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒന്ന് നോക്കിയതിന് ശേഷം നോക്കേണ്ട കാര്യമില്ല, നീരുണ്ട് വേദന ഉണ്ടെങ്കിൽ അത് ഹിരണ്യ തന്നെയാണ്. പക്ഷെ ആ ഒരു സമീപനം എന്നെ മാനസികമായി തളർത്തി. ഞാൻ ചോദിച്ചു, ഡോക്ടറുടെ ഫീസ് എത്ര? ഇപ്പൊ ഈ 2 വാക്ക് പറഞ്ഞതിനുള്ള ഫീസ്, അത് കൺസൾട്ടിങ് ഞാൻ പറയുന്നില്ല, അതിനുള്ള ചാർജ് എന്താണെന്ന് ചോദിച്ചു. കൗണ്ടറിൽ ചോദിക്കാൻ പറഞ്ഞു. 80 രൂപ അടച്ച് ഞാൻ അവിടുന്ന് പോയിരുന്നു. എന്ത് വേണം ഞാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ ഒരു ഗവൺമെന്റ് ഡോക്ടർ, റിട്ടയർഡാണ്, ഡോക്ടറെ പോയി ഞാൻ കണ്ടു. ഡോക്ടർക്ക് കാര്യം പറഞ്ഞു. ഞാൻ വേറെ കണ്ട കാര്യമൊന്നും പറഞ്ഞില്ല. ഡോക്ടർ എന്നെ കിടത്തി നോക്കിയിട്ട് പറഞ്ഞ്, പേടിക്കൊന്നും വേണ്ട, ഇതെന്തോ ഇത് ഇൻഫെക്ഷൻ ആയതാണെന്ന് പറഞ്ഞു. ഷുഗറും പ്രഷറും ഉള്ള ഒരു വ്യക്തിയാണെന്ന് ഡോക്ടർക്ക് പറയുകയും ചെയ്തു. അങ്ങനെ എനിക്കിത് വേദന സഹിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടർക്ക് എനിക്കെന്തൊരു മെഡിസിൻ തന്നെ പറ്റും. അങ്ങനെ ഡോക്ടർ ഞാൻ ഒരു 5 ദിവസത്തേക്ക് ഒരു ആന്റിബയോട്ടിക് ഗുളിക തരും, അത് കഴിക്കണം. കഴിച്ചതിന് ശേഷം വരണം. ഈ കഴലിക്ക് നീര് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ്, ഇൻഫെക്ഷൻ ആയിരിക്കില്ല, മറ്റു പ്രശ്നമൊന്നുമില്ല. കാലിന് മുറിവുണ്ടെങ്കിലും വരാം, നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാം ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഡോക്ടറെ സമീപനം എനിക്ക് വളരെ തൃപ്തികരമായിരുന്നു. ഞാൻ അങ്ങനെ 5 ദിവസം മരുന്ന് കഴിച്ചു. എന്റെ അടുത്ത് പറഞ്ഞു, ഇനി വരുമ്പോൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഷുഗർ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് 395. ഈ ചൂട് സമയമായപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം, ടാങ്ക്, ജ്യൂസ് എല്ലാം ഞാൻ ശരിക്കും ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഷുഗർ കൂടിയതാണോ എന്ന് എനിക്ക് അറിയില്ല. ആ ഒരു സംശയം ഞാൻ ഡോക്ടർക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യൂ, ഒരു 4 ദിവസത്തേക്ക് ഇൻസുലിന്റെ അളവ് ഇത്തിരി കൂട്ടിയെടുക്കാൻ പറഞ്ഞു. ഞാൻ രാവിലെ 22 എടുക്കുന്നത്, അത് 24 ആക്കാൻ പറഞ്ഞു. രാത്രി 12. അങ്ങനെ ഞാൻ എടുത്തു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് താങ്കൾക്ക്? ഇപ്പൊ എനിക്ക് ഈ 5 ദിവസം മരുന്ന് കഴിച്ചതിൽ എനിക്ക് ഈ നീരും മാറി, വേദനയും മാറി, എല്ലാം മാറി. അപ്പൊ അതൊരു ഇൻഫെക്ഷന്റെ സാധ്യതകൾ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്, നോക്കിയത് പോലുമില്ല, എന്റെ ശരീരത്തിൽ തൊട്ടുപോലും നോക്കിയില്ല. എന്നെ നോക്കാതാണ് ഈ ഡോക്ടർ എന്നോട് പറയുന്നത്, സർജറി ചെയ്യണം എത്രയും പെട്ടെന്ന്, വെച്ചോണ്ടിരിക്കരുത്. എന്നെ മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞു കക്ഷിയുടെ സമീപനം. അത് ഒരിക്കലും പാടില്ല, ഇല്ലേ? താങ്കൾ ഡോക്ടറാണ്, മെഡിസീന. എന്റെ ഒരു ജ്യേഷ്ഠനുണ്ട് അവിടെ ഡോക്ടർ. എന്തിനു പറയുന്നു ഡോക്ടറെ? പിന്നീട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മുമ്പ് ഇങ്ങനെ വേദന വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ ഉമിനീര് തൊട്ടിടിയോ, ഉപ്പുറ്റിയുടെ മറ്റേ കാലിൽ ഉപ്പിച്ചുകൊണ്ട് അവിടെ തടവും, പണ്ടുള്ള ട്രീറ്റ്മെന്റ് അത് ഞാൻ ചെയ്ത്, എന്നിട്ട് മാറിയില്ല. ഡോക്ടർ ഇതൊന്ന് നോക്കിയതിന് ശേഷം ഒരു തീരുമാനം എടുക്കാൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞിട്ട് ആ വ്യക്തി അതിന് തയ്യാറായില്ല. ഞാൻ എന്താണ് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? ഇതെങ്ങനെ ഇതിനുള്ള ഒരു സമീപനം ഞാൻ പ്രതീക്ഷിക്കും? വേറൊരാളുടെ ഒരു ചികിത്സാ രീതിയിൽ പറയാൻ ഞാൻ ആളല്ല. എന്നാൽ നമ്മളിപ്പം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെയും ഡോക്ടറിന്റെ ഉത്തരവാദിത്വം. അത് എല്ലാവരും ചെയ്യാവുള്ളൂ, അതേ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ ആ ഒരു സമീപനം ഒരിക്കലും ഒരു വ്യക്തിയോടും ചെയ്യാൻ പാടില്ല. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിന് തുല്യമാണ്. അതെ അതെ, ഇല്ലേ? പക്ഷെ അത് എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. ഞാൻ ഡോക്ടറെ പേരും പറയുന്നില്ല, ഹോസ്പിറ്റലും പറയുന്നില്ല. ഓക്കെ വിളിച്ചതിൽ എന്തായാലും സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ അസ്ഥി സംബന്ധമായ രോഗങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ വിഷയം. വിളിക്കുന്ന നമ്പർ 0442931111. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സാം ബാബു ജോൺ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. കോൾ എത്തിയിട്ടുണ്ട്. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. സ്വാഗതം, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറഞ്ഞു. സാറേ, എന്റെ ഈ 2 മുട്ടിന് എനിക്ക് വേദനയാണ്. അതെ, അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സുണ്ട്. ഓക്കെ. 2 മുട്ടിന് എത്ര നാളായിട്ട് വേദനയുണ്ട് അമ്മയ്ക്ക്? ഒരു 7-8 വർഷം കൊണ്ടേ ഉണ്ട്. ഓക്കെ. അങ്ങനെ വേദന വന്നു കഴിഞ്ഞിട്ട് ഈ ഇടത്തെ കൈയുടെ മേപ്പോട്ട് പൊങ്ങത്തില്ല. ഓക്കെ.
നമ്മുടെ വലത്തെ കൈയുടെ സ്വാധീനം ഉണ്ടെങ്കിലേ നമ്മുടെ തലയിലോട്ട് പൊക്കാൻ പറ്റുള്ളൂ. മുടി ചെയ്യാനും ഒക്കെ പാടാണല്ലേ? പാടാണ്. ഞാൻ കഴിച്ചോണ്ട് ഒരു കാക്കത്തോപ്പി ഒരു ഡോക്ടറെ അടുത്തുനിന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞ് ഗുളിക മേടിച്ച് കഴിച്ചോണ്ടിരിക്കുക. ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. പിന്നെ ഇവിടെ ചാക്കോടെ അടുത്ത് പോയാ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. അന്നേരം അവിടെ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അമ്മ വാദത്തിന്റെയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ വാദത്തിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള ഗുളികയുടെ ഡോക്ടർ തന്നായിരുന്നോ? 10 ദിവസത്തെ ഗുളിക തന്നായിരുന്നു. ഓക്കെ. അമ്മക്ക് മുട്ടിന് കാണത്തക്ക രീതിയിലുള്ള വളവുകളുണ്ടോ? വളവ് കാലിന് വളവുണ്ട് സാറേ. ഉണ്ട്. അപ്പം അമ്മയ്ക്ക് 62 വയസ്സേ ഉള്ളൂ. മുട്ടിന് വളവുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മ പറയുന്നത് കേട്ടിട്ട് അത് ഗുളികകൾ കൊണ്ട് മാത്രം നിൽക്കാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ടീഷനാണ്. അപ്പൊ അമ്മയ്ക്ക് വളരെയധികം വേദന കുറവുണ്ട്. അതെ, അത് ഈ ഗുളികൾ കഴിക്കുമ്പോൾ മാത്രം ആ ഒരു വേദനയും നീരും കുറഞ്ഞു നിൽക്കും. വീണ്ടും ഗുളിക നിർത്തുമ്പോൾ വേദന വരുന്നു എന്നുള്ളതുണ്ടെങ്കിൽ നമുക്കത് ഗുളികൾ കൊണ്ട് അധികം എഫക്റ്റ് ആകുന്നില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അതുകൂടാതെ നമ്മുടെ അമ്മയ്ക്ക് മറ്റേ കൈയുടെ സ്വാധീനം ഇല്ലാതെ ഇടത്തെ കൈ പൊങ്ങുന്നില്ലെന്നുണ്ടെങ്കിൽ കയ്യിലേക്കുള്ള മസിലുകൾ വിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരുമിച്ച് നമുക്ക് രണ്ടും വേറെ വേറെ അസുഖങ്ങളാണ്. ഒന്ന് വാദത്തിന്റെ അസുഖവും ഒന്ന് കൈയുടെ മസിൽ പൊട്ടിക്കിടക്കുന്ന അസുഖമാകാം. അപ്പോൾ രണ്ടും രണ്ട് രീതിയിൽ ചികിത്സിക്കേണ്ടതാണ്. ഗുളികൾ കൊണ്ട് മാത്രം മാറാൻ സാധ്യതയില്ല. നമ്മള് 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോ അന്നേരം എല്ലാം പറഞ്ഞത് കാലിന്റെ മുട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അത് അമ്മ പറഞ്ഞു കേട്ടിട്ടും മുട്ടിന് വളവുണ്ടെന്ന് കേട്ടിട്ടും എനിക്ക് തോന്നുന്നത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉള്ളത് മുട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യണം തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷെ അത് ഒരു എക്സ്റേ കാണാതെയും അമ്മയെ നേരിട്ട് കാണാതെയും പറയാൻ സാധിക്കില്ല. എന്നാൽ പോലും ഡോക്ടർമാർ പറയുന്നത് വെച്ചിട്ട് അമ്മ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ മെഡിട്രീൻ ആശുപത്രി, ആയത്തിൽ, കൊല്ലം. ഓക്കെ, സന്തോഷം. വിളിച്ചതിൽ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. കോളിലേക്ക് പോവാം. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്. ഹലോ ഡോക്ടർ. നമസ്കാരം, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് 30 വയസ്സുണ്ട്. ഞാൻ ഇലക്ട്രോണിക്സിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ പെഡല് വേദനയും നമുക്ക് റൈറ്റ് ഹാൻഡിലും തോള് ഭയങ്കര വേദനയാണ്. അപ്പം ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് 2-3 ഹോസ്പിറ്റലിൽ കയറി. അപ്പം പെഡലിയുടെ വേദന കാരണം അവര് പറഞ്ഞു, ആദ്യം കാണിച്ചപ്പോ പറഞ്ഞു ജസ്റ്റ് എക്സ്റേ എടുക്കണം പറഞ്ഞു. ഓർത്തോയാ കാണിച്ചത്. അപ്പൊ എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ചെറിയ ഞരമ്പിനെന്തോ പ്രശ്നമുണ്ട്, അതൊന്ന് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്കത് അത്ര ബെറ്റർ ആയി തോന്നിയില്ല. പിന്നെ ഞാൻ ന്യൂറോയെ കണ്ടു. അപ്പൊ ന്യൂറോയെ കണ്ടപ്പോൾ പറഞ്ഞു കഴുത്തിന്റെ MRI എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ MRI എടുത്തിട്ടും എനിക്ക് ഡോക്ടർ പറഞ്ഞത് MRIക്ക് അതൊന്നും കാണുന്നില്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല, ജസ്റ്റ് മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മരുന്ന് കഴിച്ചിട്ടൊന്നും വ്യത്യാസം വന്നില്ല. നമ്മളുടെ ജോലി എന്താണ്? ഞാൻ ഇലക്ട്രോണിക്സ് മെക്കാനിക്കാം, സർവീസ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുക. ടെക്നീഷ്യൻ നമ്മൾ പക്ഷേ ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടോ ഇങ്ങനെ? ഇല്ല. ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് ബോർഡ് സർവീസ് ഒക്കെ ടെക്നീഷ്യനായിട്ട് മുന്നോട്ട് കുനിഞ്ഞിരുന്നുള്ള ജോലി തന്നെയാണ് കൂടുതലുള്ളത് അല്ലേ? അതുണ്ട്. കയ്യിലോട്ട് ഒരു വിറയല് പോലെയോ അല്ലെങ്കിൽ കൈയുടെ വിരലുകൾക്ക് മരവിപ്പ് അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? ഒന്നുമില്ല. എനിക്ക് ആ കൈയുടെ ഇപ്പം ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദന കൈയുടെ മേലോട്ട് മേൽഭാഗത്ത് ഭയങ്കര വേദന നമുക്ക്. തോളിന്റെ ഭാഗത്ത്? തോളിന്റെ ഭാഗത്ത് കുറെ നേരം. അത് മെയിൻ പ്രശ്നം ബൈക്ക് ഓടിക്കുന്ന സമയത്താ. അത് താങ്കൾ പറഞ്ഞത് വെച്ചിട്ട് ഈ കഴുത്തുകളുടെ എല്ലുകൾക്ക് ഇപ്പൊ ഡോക്ടർ കണ്ട കാര്യം താങ്കൾ പറഞ്ഞല്ലോ. MRI സ്കാനും എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേക്കകത്തും MRIക്കകത്തും വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ വർക്ക് പ്രൊഫഷൻ തന്നെയാണ്. മുന്നോട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ തലയുടെ ഭാരം മൊത്തം കഴുത്തിന്റെ മസിലുകളാണ് താങ്ങുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിന്റെ മസിലുകൾക്കുള്ള കോർ എക്സസൈസ് ചെയ്ത് മസിലിന് ബലം വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിൽ എല്ലിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് കഴുത്തിന്റെ വേദന അത്രയ്ക്കില്ല, നമുക്ക് ആ തോളിന്റെ വേദനയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കഴുത്തിൽ നിന്ന് ഉള്ള മസിലുകളുടെ ഭാഗമാണ് തോളിലേക്കും സ്പ്രെഡ് ചെയ്ത് വരുന്നത്. വലിയൊരു മസിലാണ് ട്രപ്പീസിയസ് എന്ന് പറയുന്ന മസിൽ ആ തോളിലേക്കുള്ളത്. ആ മസിലിന് നീര് കയറും. അത് കഴുത്തിലേക്കുള്ള മസിലില് കഴുത്തിന്റെ ഭാഗത്തുള്ള നീരാണ് കൈയുടെ തോളിലോട്ടും കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ചെയ്യുന്ന ഫിസിയോതെറാപ്പി ശാശ്വതമായിട്ട് ചെയ്യുകയും അതിന്റെ കൂട്ടത്തിൽ കഴുത്തിലെ നീര് കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുകയും ചെയ്താൽ നമ്മുടെ ജോലി അതനുസരിച്ച് അഡ്ജസ്റ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് പിടിച്ചു നിർത്താൻ പറ്റുമെന്നാണ് എന്റെ അഭിപ്രായം. അത് ഫിസിയോതെറാപ്പിക്കകത്ത് തന്നെ നല്ല രീതിയിൽ ഒരു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന്റെ മസിൽസിന്റെ സ്ട്രെങ്തനിങ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണോ എന്നുള്ളത് ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചത് ഉറപ്പുവരുത്തുക.
എങ്ങനെയെങ്കിലും നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് കാര്യമായില്ല. നമുക്ക് വേണ്ടുന്ന മസിലുകൾക്ക് ബലം വരുത്തുകയും ആ മസിലുകളുടെ ടോണിങ് കറക്റ്റാക്കുകയും ചെയ്യുമ്പോൾ ഈ കഴുത്തിലേക്കുള്ള വേദന നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഗുളികകളും കഴിക്കുക. നമ്മളുടെ ജോലി, ഈ കുനിഞ്ഞിരിക്കുന്ന ജോലി കൂടുതലുണ്ടെങ്കിൽ അത് മാക്സിമം ഇടയ്ക്ക് കുറച്ച് ഇന്റർവെല്ലൊക്കെ എടുത്ത് അങ്ങനെ വ്യത്യാസമൊക്കെ വരുത്തുമ്പോൾ ലൈഫ് സ്റ്റൈൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ കുറേയൊക്കെ വ്യത്യാസം വരും. ഈ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന അതെ, താങ്കൾ പറഞ്ഞത് വെച്ചിട്ട് MRI സ്കാൻ എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് ഞരമ്പിന് പ്രശ്നമില്ലെന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലോട്ട് അങ്ങനെ വേദന വരാൻ സാധ്യതയില്ല. ഞരമ്പ് സംബന്ധമായിട്ട് വേദന വരാൻ സാധ്യതയില്ല. മസിലുകൾക്ക് ഉള്ള ബലക്കുറവ് തന്നെയായിരിക്കാം. ഒന്നുമില്ല, പക്ഷെ എനിക്ക് ആ വേദന അങ്ങോട്ട് മാറുന്നില്ല. അത് കൂടുതലും മസ്കുലർ ആയിരിക്കും. ഞരമ്പിന്റെ വേദന വരുന്നത് തരിപ്പും പെരിപ്പും ആയിട്ടാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. കയ്യിലെ ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ കയ്യിലേക്കുള്ള ചെറിയ വിരലുകൾക്കൊക്കെ സ്വാധീനക്കുറവും നമ്മുടെ സ്പർശനം വരെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയില്ലെങ്കിൽ കഴുത്തിലേക്കുള്ള ഞരമ്പുകൾക്ക് ആദ്യം ബാധിച്ചിട്ടില്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. അപ്പൊ കൂടുതൽ ഇത് താങ്കൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. ഫിസിയോതെറാപ്പി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു ഓർത്തോപെഡീഷ്യന്റെയോ ന്യൂറോ ഡോക്ടറിന്റെയോ ഹെൽപ്പോടെ ചേർന്ന് അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഇത് ആ കഴുത്തിലേക്കുള്ള വേദനയും കയ്യിലേക്കുള്ള വേദനയും ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അത്യാവശ്യം മാത്രം മെഡിസിൻസ് കഴിക്കുക. ഓക്കെ, വിളിച്ച സന്തോഷം. നമുക്ക് അടുത്ത കോളുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്. സംസാരിച്ചോളൂ ഡോക്ടറിനോട്. നമസ്കാരം. ഹലോ, നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. ഞാൻ ഒരു ആക്സിഡന്റ് പറ്റി നട്ടലിന് കംപ്ലൈന്റ് ആയി കിടക്കുന്ന ആളാണ്. ഇപ്പോഴും താങ്കൾ കിടപ്പാണോ? ഇപ്പോഴും എണ്ണിക്കുകയും നടക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം 10 മാസമായി. എത്ര വയസ്സുണ്ട്? എനിക്ക് 54 വയസ്സായി. 53 വയസ്സിലാണ് നടക്കുന്നത്. ഇപ്പൊ 54-ാമത്തെ വയസ്സ്. ശരി. എനിക്ക് യൂറിന്റെ ഇത് ഇതുവരെ എടുത്തിട്ടില്ല. യൂറിന്റെ ട്യൂബ് ഇതുവരെയും കിടക്കുക. ഇപ്പോഴും കിടക്കുവാണ്. ഇപ്പോഴും കിടക്കുക. 10 മാസമായി. ഗുളികളൊക്കെ കറക്റ്റിന് കഴിക്കുന്നുണ്ട്. എല്ലാ ഗുളികളും കഴിക്കുന്നുണ്ട്. നട്ടലിന് ക്ഷതം സംഭവിച്ചിട്ടുള്ളതായിരുന്നോ താങ്കൾക്ക്? നട്ടലിന് ആക്സിഡന്റ് പറ്റി നട്ടലിന് പൊട്ടിപ്പോയതാ. പൊട്ടിപ്പോയി. ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ? നരമ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മുമ്പത്തെക്കാളും വലത്തേക്കാളിലെ നരമ്പ് മേൽ നരമ്പ് ബ്ലോക്ക് ആയ. അതെ. അത് അവിടെ ഒരു വലിയൊരു മുറിവ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ നട്ടല് ആ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ വേദനയും പെരുപ്പൊക്കെ അങ്ങനെ ചെറുതായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം ഈ കാലിന്റെ അടിപ്പാകമാണ് ഈ പുകച്ചിലും കണക്ക്. കാലിന്റെ വെള്ളയ്ക്ക് എപ്പോഴും പുകച്ചില്ല. മുമ്പത്തെക്കാളും താങ്കൾക്ക് ആക്സിഡന്റ് ഉണ്ടായ സംഭവം ആ സമയത്തെക്കാളും ഈ ഒരു വർഷത്തിനുള്ളിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ? കുറച്ച് ഭേദമായി. 50% ഭേദമായി. അപ്പൊ ഇനിയും അത് സമയം എടുക്കുന്ന രീതിയിലാണ്. അത് ഭേദമായി വരുന്ന ഞരമ്പുകളുടെ ഫംഗ്ഷൻ ആണെങ്കിൽ കുറെ കൂടെ നമുക്ക് ഇംപ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. നരമ്പുകളല്ലേ? അതെ. യൂറിന്റെ ട്യൂബിന്റെ കാര്യം താങ്കൾ ഒരു യൂറോളജിസ്റ്റിനെ തന്നെ കണ്ട് അത് എന്നെടുക്കാൻ പറ്റും കാണിക്കുന്നുണ്ട്. ഞാൻ 21 ദിവസം കുടുംബം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലില് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അത് മൂത്രത്തിന്റെ ബ്ലാഡർ, നമ്മുടെ മൂത്രസഞ്ചി, അതിനകത്തേക്കുള്ള ഫംഗ്ഷൻ കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് തന്നെ യൂറിൻ പിടിച്ചു നിർത്താനും പാസ് ചെയ്യാനും പറ്റുള്ളൂ. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. അതെ. പക്ഷെ അങ്ങോട്ടേക്കുള്ള ഞരമ്പിനെ ഉള്ള ഫംഗ്ഷൻ തിരിച്ചറിയുകയും ചെയ്താൽ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ അത് കുറെ കൂടെ സമയം. നമ്മളതിന് പ്രത്യേക മരുന്ന് കഴിക്കേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള മരുന്നുകളെല്ലാം താങ്കൾക്ക് യൂറോളജിസ്റ്റ് തന്നിട്ടുണ്ടാകും. യൂറിനെ കൂടുതൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ളതും പിന്നെ യൂറിന്റെ ആ ഒരു മസിൽസിനൊക്കെ ഉള്ള ബലം വരുത്താനുള്ള ഗുളികകളെല്ലാം താങ്കൾക്ക് യൂറോളജിസ്റ്റ് തന്നിട്ടുണ്ടാവും. ഓപ്പറേഷൻ ആയിരുന്നു. അതെ. അപ്പം അത് ഇമ്പ്രൂവ്മെന്റ് വരാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കുമല്ലോ. ബോൾട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 2 ബോൾട്ട് ഇട്ടിട്ടുണ്ട്. അതെ, നടുവിന് അല്ലേ? അപ്പം നട്ടല് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. 4 പൊട്ടലാ. അതെ. നട്ടലിലുള്ള കമ്പിയിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞരമ്പ് ഇനി തന്നെത്താനെ അത് കാലക്രമേണ ഞരമ്പുകളുടെ ബലം തന്നെത്താനെ തിരിച്ചു വരേണ്ടത് തന്നെയാണ്. പക്ഷെ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് വരുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഇല്ല, നമുക്ക് ഇത്ര ഇമ്പ്രൂവ്മെന്റ് താങ്കൾക്ക് വരുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പല ആൾക്കാർക്കും അത് പൊട്ടൽ വന്ന സമയത്തുള്ള ക്ഷതം വന്ന സമയത്തുള്ള ഞരമ്പിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അത് എത്രത്തോളം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതിന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ പോലും മുമ്പത്തെക്കാളും താങ്കൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉള്ള സ്ഥിതിക്ക് ഇനിയും ഇമ്പ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പം കിടപ്പല്ല, എണ്ണിക്കുകയും കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാം. നടക്കുമ്പോഴൊന്നും വലിയ പക്ഷെ എന്നാലും കൂടുതൽ നടക്കാൻ പറ്റത്തില്ല. അത് കാലിന്റെ അടിയിലുള്ള പെരുപ്പുള്ളത് കൊണ്ടാണ്, ഒരു പുകച്ചിലുള്ളത് കൊണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ട്. ഇപ്പൊ വിരലുകൾക്ക് ഭയങ്കര പിടുത്തമാണ്. ഷുഗർ ഉണ്ടോ? പിന്നെ വിരലുകൾക്ക് ഭയങ്കര പിടുത്തമാണ്. ഷുഗറിന്റെ അസുഖം ഉണ്ടോ?
ഷുഗറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും വീട്ടിന്റെ അകത്തും ഒരു വലിപ്പം കൂടി ചെരുപ്പോ അല്ലെങ്കിൽ ഒരു ഷൂസ് പോലെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വെച്ച് നടക്കുന്നതാണ് നല്ലത്. കാരണം ഈ തരിപ്പും പെരിപ്പും ഉള്ള സ്ഥിതിക്ക് ചെറിയൊരു തട്ടലോ മുട്ടലോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരാൻ സാധ്യത. നമുക്ക് സെൻസേഷൻസ് കുറവായതുകൊണ്ട് കാലിലോട്ടുള്ള വേദനയൊന്നും അറിയാൻ പറ്റാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഒരു മുറിവ് വന്നാലും അറിയാൻ സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുറിവ് പഴുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്റെ അടുത്ത് ഒരാൾ ഇന്നലെ പറഞ്ഞ് മണ്ണിൽ കൂടെ നടക്കാൻ പറഞ്ഞു. കുറച്ച് നടക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. പക്ഷെ അതിനകത്തും നമുക്ക് കാലിലോട്ടുള്ള മുറിവൊന്നും സംഭവിക്കാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും ഷുഗർ ഉള്ള ആൾക്കാർക്ക് കാലെപ്പോഴും പഴുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയാൽ മതി. ഇനിയും ഈ ട്യൂബ് എടുക്കാൻ ഇനിയും നരമ്പുകളൊക്കെ മരുന്ന് തന്നെ മതി എന്റെ അത് പറയാൻ ഞാൻ ആളല്ല. കാരണം യൂറിൻ ഉള്ള ട്യൂബ്, അതിന്റെ യൂറിൻ വരുന്നതിന്റെ ഫംഗ്ഷൻ തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് ട്യൂബ് എടുത്തിട്ട് അത് തന്നെ പ്രവർത്തിക്കുന്നുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞരമ്പിന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് പതുക്കെ യൂറോളജിസ്റ്റ് ട്യൂബ് എടുത്ത് മാറ്റിത്തരും. അതുവരെ നമ്മൾ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട വരാം. ഞാൻ ന്യൂറോളജിയും യൂറോളജിയും കാണിക്കുന്നുണ്ട്. അതെ, രണ്ടുപേരും തന്നെയാണ് അതിലെ വിദഗ്ധർ, അവര് തന്നെയാണ്. അപ്പൊ യൂറോളജി കുളിയൊന്നും തന്നിട്ടില്ല, ട്യൂബ് മാറ്റി തരും, വെള്ളം കുടിക്കാൻ പറയും. ഞരമ്പിന് അതിന്റേതായ രീതിയിൽ തന്നെ തിരിച്ചു വരാനുള്ള ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ടാവും. അതായിരിക്കും ഡോക്ടർ മരുന്നൊന്നും തരാതെ തന്നെ ട്യൂബിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ താങ്കൾക്ക് ഇനിയും ഒരു റിക്കവറി കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് പ്രതീക്ഷിക്കാം. അടുത്ത കോളുണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. അതെ, ഡോക്ടർ പറഞ്ഞു. എന്റെ മകനെ ഒക്കെയാണ് വിളിച്ചത്. എത്ര വയസ്സുണ്ട്? 13 വയസ്സ്. ഒരു ദിവസം രാത്രിയിലാണെങ്കിൽ കിടക്കുന്നതിന് മുന്നേ കാല് പെരുക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ കാല് പെരുക്കുന്ന ചന്ദ്രക്കാലും കുട്ടിയൊക്കെ കുറെ നേരത്തേക്ക് ഇരിക്കുമ്പോൾ ഉള്ള ഒരു പെരുപ്പുണ്ടല്ലോ, അങ്ങനെയുള്ള പെരുപ്പാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അല്ലെ അങ്ങനെ പെരുപ്പ് വരുമ്പം സാധാരണ ഈ വിരലിനിടയില് ചെറിയ കല്ലൊക്കെ എടുത്ത് വെച്ചിരിക്കുമ്പോൾ അത് മാറുമായിരുന്നു നേരത്തേക്ക്. അപ്പം പിന്നെ ഇപ്പൊ ഇങ്ങനെ രാത്രിയിലായോണ്ട് കല്ലെടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ തന്നെ ആ പെരുപ്പോട് കൂടി അങ്ങ് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേന് ഈ കാലം അങ്ങനെ തന്നെ ഇരിക്കുന്നു, പെരുപ്പ് തന്നെ. ഒരു എന്താ പറയുന്ന ആക്ഷൻസും ഒന്നുമില്ല, അതായത് ടച്ച് ചെയ്യാൻ അങ്ങനെ ഒന്നും. എത്ര ദിവസമായി? എത്ര ദിവസം മുന്നേ സംഭവിച്ചതാ? ഇതിപ്പം 1 മാസത്തിലെ മുന്നെയാ. എന്നുവെച്ചാൽ 3 ഇടത്ത് ഞാൻ കൊണ്ടുപോയി ഇതിന്റെ വയ്ക്കാട്, അതായത് ഇംഗ്ലീഷ് മരുന്നും. ഇപ്പൊ ആൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ആൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുവാണെന്നാ പറയുന്നത്. നടക്കുന്നില്ലയോ? നടക്കുന്നുണ്ട് ഡോക്ടർ, അങ്ങനെയല്ല. അതായത് കാലിന്റെ പാദം മാത്രം ഒന്ന് ടച്ച് ചെയ്യാനൊന്നും അറിയത്തില്ലെന്നാ പറയുന്നത്. കറക്റ്റായിട്ട് പിന്നെ എക്സ്പ്രസ് നമ്മൾ ചോദിക്കുമ്പോ അത് പറയാനായിട്ട് പറ്റുന്നില്ല. ചോദിക്കുമ്പോ ഇങ്ങനെ പറയുന്നത്, അമ്മ ഇതിങ്ങനെ നമുക്ക് ടച്ച് ചെയ്തിട്ടൊന്നും അറിയുന്നില്ല എന്നാ പറയുന്നത്. ഈ കാലിൽ ഒരു കാലിന് മാത്രമേ ഉള്ളൂ, 2 കാലിലും ഉണ്ടോ? ഒരു കാലിന്, വലത്തെ കാലിന് മാത്രമാണ്. അതെ. അത് ഇപ്പൊ എനിക്ക് എന്റെ സംശയം അങ്ങനെയല്ല, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഓർത്തോയെ 3 ഇടത്ത് ചെന്നപ്പോഴും 3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് എനിക്ക്. കാരണം എവിടെ കൺഫേം ആയിട്ട് എവിടെ കാണിക്കണം എന്നുള്ളതും ഒരു ഇല്ല. ഓർത്തോയെ കാണിക്കാൻ ഒരു കൂട്ടർ പറയുന്നത്, ന്യൂറോയെ കാണിക്കാൻ പറയുന്നത്. ഇത് എവിടെയാണ്, എന്താണ് പ്രശ്നം എന്നുള്ളത്. അല്ല വൈറ്റമിൻ ഡി അങ്ങനെയുള്ള ഡെഫിഷ്യൻസി ആണോ ഡോക്ടർ? അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ പോലും ഇങ്ങനെ ഒരു കാലിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു സംഭവം വരാൻ സാധ്യതയില്ല. അപ്പൊ അമ്മ പറഞ്ഞു വെച്ചിട്ട് ഏതോ ഒരു ഞരമ്പിന്റെ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ആ കാലിലേക്കുള്ള ഒരു ഞരമ്പിന്റെ ഒരു ഭാഗത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്നുള്ളത് നമുക്ക് അതിന്റെ സ്കാനൊക്കെ എടുത്ത് കണ്ടുപിടിച്ചാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതൊരു ഓർത്തോപീഡിഷനോ അല്ലെങ്കിൽ ന്യൂറോ സർജനെ കാണിച്ചാലും മതി. രണ്ടുപേരും ഇതിനകത്ത് എന്തെങ്കിലും ഇല്ല കാണിക്കാം. ഇത് കൂടാതെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരാം. ശരീരത്തിലുള്ള കാൽസ്യം ലെവലും മഗ്നീഷ്യം ലെവലൊക്കെ അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും അമ്മ പറഞ്ഞത് കേട്ടിട്ട് ഒരു കാലിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ എങ്കിൽ അത് ആ കാലിലേക്കുള്ള ഞരമ്പിനെ ബാധിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളായിരിക്കാം. അത് എന്ത് തന്നെ ആകാം, പറയാൻ പറ്റത്തില്ല. നമുക്കതൊരു ഇൻഫെക്ഷൻ ആണോ, അത് നീരാണോ, വേറെ ഞരമ്പിനെ ബാധിക്കുന്ന വേറെ ഏതെങ്കിലും അസുഖങ്ങളാണോ എന്നൊന്നും പറയാൻ ഇപ്പം പറ്റില്ല. പക്ഷെ ഒരു നല്ലൊരു വിദഗ്ധനെ കാണിക്കുന്നത് തന്നെയാണ് എപ്പോഴും ഉചിതം. അവരത് കണ്ടുപിടിക്കണം. സന്തോഷം. വിളിച്ചാൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നമ്മളുടെ പ്രോഗ്രാമിന്റെ സമയവും ഇങ്ങനെ കഴിയാണ്. നമ്മളുടെ ലാസ്റ്റ് കോളിലേക്ക് പോവാണ്. ഹലോ
ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓ ശരി. ഹലോ. കേക്കാം അച്ഛാ. പിന്നെ ഈ രണ്ട് മുട്ടും നല്ല വേദന ഉണ്ട്, കുറെ നാളുകൊണ്ട് ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 53. 53 വയസ്സേ ഉള്ളൂ അല്ലേ? മുട്ടിന് വളവൊക്കെ ഉണ്ടോ? വളവൊന്നുമില്ല, വേദനയാ കൂടുതലും അല്ലേ? നല്ല വേദന ഉണ്ട്. ഈ ജോലിയൊക്കെ ചെയ്യുമ്പോ നല്ല വേദന ഉണ്ട്. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴാണോ വേദന കൂടുന്നത്, അതോ നടക്കുമ്പോഴൊക്കെയാണോ? നടക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ വേദന വിടുന്നത്. മുട്ടിന്റെ അകത്ത് ഒരയുന്ന പോലെ ശബ്ദം കേൾക്കാറുണ്ടോ? എന്തോ മുട്ടിന്റെ ഉള്ളിൽ ഒരയുന്ന പോലെ ശബ്ദം കേൾക്കാറുണ്ടോ? അതൊന്നും കേൾക്കാറില്ല. കുത്തിയിരിക്കാനൊന്നും പറ്റത്തില്ല. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നല്ല ബുദ്ധിമുട്ട്, ഭയങ്കര വേദനയൊക്കെയാ. അത് കൂടുതലും അച്ഛനെ മുട്ടിന്റെ ഉള്ളിലുള്ള സന്ധികളുടെ ഇടയ്ക്കുള്ള ബുഷ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് മുറിവ് വന്നിട്ടുണ്ടാവാം. സാധാരണ അങ്ങനെയാണ്. അതിന്റെ കൂട്ടത്തിൽ ചെറിയ രീതിയിൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എക്സ്റേ എടുത്തിട്ട് ഒരു ഓർത്തോപെഡിക് സർജനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. എക്സ്റേ എടുത്ത് നോക്കേണ്ടി വരും. നല്ല വേദനയുണ്ട്, അതുകൊണ്ടാ. അതെ, നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് തരുന്നതിന് മുന്നേ ആ വേദനയുടെ കാരണം കണ്ടുപിടിക്കണമല്ലോ അച്ഛാ. അപ്പൊ ആ കാരണം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ടെസ്റ്റാണ് ഒരു എക്സ്റേ എടുക്കുക എന്നുള്ളത് മുട്ടിന്റെ. അത് എടുത്ത് നോക്കണം. അത് നോക്കിയിട്ട് ആ മുട്ടിനകത്തുള്ള ഘടന കണ്ടുപിടിക്കണം. അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് രീതിയിലുള്ള ചികിത്സ അച്ഛന് ഏറ്റവും ഫലപ്രദമാവുമെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സ്റേ എടുക്കുന്നത് നല്ലത്. ശരി. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ശരിക്കും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി വരികയാണ്. ഡോക്ടർ, ഈ അസ്ഥി ബലക്ഷയം നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. എന്താണ് ഈ അസ്ഥി ബലക്ഷയം? ഓസ്റ്റിയോപോറോസിസ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയും, നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറയും. ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഒരു വേൾഡിലെ എല്ലാ കൺട്രീസിലും ഉള്ള ഒരു പ്രശ്നമാണ്. അത് കൂടുതലും നമ്മൾ ലേഡീസിനാണ് കണ്ടുവരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു 50-55 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തിലുള്ള ഹോർമോണിന്റെ ചേഞ്ചസ് വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ കുറയുമ്പം അതനുസരിച്ച് ശരീരത്തിലുള്ള കാൽസ്യത്തിന്റെ ഉൽപാദനവും അതിനെ കാൽസ്യം കൊണ്ടുണ്ടാകുന്ന ബോണിലെ അബ്സോർപ്ഷനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ഒരു സൈക്കിളാണ്. അപ്പോൾ ആ സൈക്കിളിൽ ഈ കാൽസ്യം അബ്സോർപ്ഷനും അതിന് ഉള്ള എല്ലാ കെമിക്കൽ റിയാക്ഷൻസും അല്ലെ കെമിക്കൽ ഫാക്ടേഴ്സ് എല്ലാം കുറയുമ്പോൾ എല്ലിന് ബലം പൊതുവെ കുറയും. നമ്മളൊരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ പോലെയാണ്. അതിനകത്ത് ബിൽഡിങ്ങിൽ നമ്മൾ അതിന്റെ ഘടന, അത് ബിൽഡിംഗ് ഇടിഞ്ഞ് വീഴാതിരിക്കണമെങ്കിൽ അതിനകത്ത് ഉള്ള സിമെന്റും കട്ടയും അതെല്ലാം സ്ട്രോങ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഈ എല്ലിന്റെ പൊതുവായിട്ടുള്ള ബലത്തിനെ, സ്ട്രക്ചറിന്റെ ബലത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം കുറയാതെ എല്ലിന്റെ ക്വാളിറ്റി കുറയുമ്പോൾ എല്ലുകൾ കൂടുതൽ കംപ്രഷൻ വരും. അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ രീതിയിലേക്കാളും കുറച്ചും കൂടെ ഒരു ഫോഴ്സ് ശരീരത്ത് വരിക എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റൂളിൽ നിന്ന് താഴോട്ടൊന്ന് സ്ലിപ്പാകുമ്പോൾ തന്നെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലും ഒടിവ് വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും സ്ട്രെസ് താങ്ങാനുള്ള ശേഷി പൊതുവെ ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ പ്രായമുള്ളവരിൽ കാണുന്ന ഫ്രാക്ചേഴ്സ് കൂടുതലും ലേഡീസിലാണ് കാണുന്നത്. ഈ ഓസ്റ്റിയോപോറോസിസ് കാരണമാണ് അത് ഉണ്ടാവുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ചയോ, നമ്മളൊരു സാധാരണക്കാരിൽ വീഴ്ച വന്നാൽ എഴുന്നേറ്റ് വരാൻ പറ്റുന്ന കണ്ടീഷനിൽ പോലും ഒടിവ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഓസ്റ്റിയോപോറോസിസ് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് ഐഡിയലി പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം വളരെ കോമൺ ആയതുകൊണ്ട് പ്രത്യേകിച്ചും ലേഡീസ് ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോൾ മിനിമം ഒരു വർഷത്തിന് 3 മാസമെങ്കിലും കാൽസ്യം വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് കഴിച്ച് ഒരു പ്രൊഫൈലാക്സിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ മുൻകരുതൽ എന്ന രീതിയിൽ ശരീരത്തിന്റെ കാൽസ്യം റിസർവ് കൂട്ടി വെക്കുക എന്നുള്ളതാണ്. ഭാവിയിൽ നമ്മളൊരു സ്ലിപ്പ് ആർക്ക് വേണമെങ്കിലും വീഴാം. ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ അതൊരു ഫ്രാക്ചറിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലേക്കാണ്. അപ്പം ആർക്ക് വേണമെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാവുന്നതാണ്. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടർ. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ സാം ബാബു ജോണാണ്. ഡോക്ടറിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.